മന്ത്രവാദിയെ പ്രതി ചേർക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യമുയർത്തുന്നു. അതേസമയം സജീറിന് ചരട് ജപിച്ച് നൽകിയെന്ന് ഉസ്താദ് സുലൈമാൻ 24നോട് സമ്മതിക്കുന്നു. ഈ മാസം 29-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. 2 ദിവസം പിന്നിടുമ്പോഴും പ്രതിയെ പിടികൂടാൻ ചടയമംഗലം പോലീസിനായിട്ടില്ല. കേസ് ഒത്തുതീർക്കാനും അണിയറയിൽ നീക്കങ്ങൾ സജീവം. സജീറിനെ പിടികൂടാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് റജിലയുടെ ബന്ധുക്കൾ. 9 വയസ്സുള്ള കുട്ടിയെയും സജീർ ഉപദ്രവിച്ചിരുന്നതായി റജിലയുടെ മാതാവ് റസിയ 24നോട്. പിടികൂടാത്തത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ച് ഒരുപാട് ക്രൂരത ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, കസരോച്ച് അടിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്ത ആളാണ്. കുഞ്ഞിൻ്റെ തലയ്ക്ക് കുഴിഞ്ഞിടണം, അത് ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ തിളച്ച മീൻകറി എടുത്ത് കുഞ്ഞിൻ്റെ മുഖത്ത് ഒഴിച്ചതിന് അതിനെ വികൃതമാക്കി. കുട്ടിയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു സംഭവം. കുടുംബ പ്രശ്നങ്ങൾ മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ട് സജീർ തന്നെ കാണാൻ വന്നിരുന്നെന്നും മന്ത്രം ചൊല്ലിക്കൊടുക്കുകയും യന്ത്രം ജപിച്ച് നൽകുകയും ചെയ്തെന്നും ഉസ്താദ് സുലൈമാൻ 24നോട് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞ ഉസ്താദെ, ഒരുപാട് ബുദ്ധിമുട്ടുകളും അനർത്ഥങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നേ പറ്റൂ എന്ന് എന്നോട് അഭ്യർത്ഥിച്ചു. ഞാൻ അങ്ങനെ എന്ത് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറയും, 101 വട്ടം പ്രാർത്ഥിക്കണമെന്ന് പറയും. അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യന്ത്രം ഞാൻ തരാം, അതുകൊണ്ട് നിങ്ങളവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം കൊണ്ടുവിടുന്ന് പോയതാ. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ താനുമായി ഒരു കുടുംബത്തിൽ ഒരു ജീവിത പങ്കാളിയുടെ മുഖത്ത് തിളച്ച മീൻകറിയെടുത്ത് വീഴ്ത്തി കൊടുത്തിട്ട് മന്ത്രവാദത്തിനും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും തയ്യാറാകാത്ത ആ സഹോദരിയെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു കാലം. നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ മനുഷ്യൻ വേർതിരിച്ചറിയണം. വിശ്വാസമെന്ന് പറയുമ്പോൾ അള്ളാഹുവിലും പരലോകത്തിലുമുള്ള ദൈവബോധവും ദൈവവിശ്വാസവുമാണ്. ആ വിശ്വാസം മനുഷ്യന് സമാധാനം, കുടുംബത്തിലും നാട്ടിലുമൊക്കെ സമാധാനവും ശാന്തിയും ഉണ്ടാകും. എന്നാൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്തരം ജ്യോത്സ്യന്മാരും ഇത്തരം മന്ത്രവാദ ഉസ്താദന്മാരുമൊക്കെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും തകർക്കുമെന്നല്ല, അടുത്ത കാലത്ത് കൊലപാതകങ്ങളും അതുപോലെ സ്വർണം ഇരട്ടിപ്പിക്കലും ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെയും സമൂഹത്തിൽ പ്രചരിച്ചിട്ടും ഇത്തരം ചൂഷകന്മാരായ ഇത്തരം മന്ത്രവാദികളായി സമൂഹത്തിൽ അധ്വാനിച്ച് ജീവിക്കേണ്ട ഈ മനുഷ്യരെ ചൂഷണം ചെയ്തും മനുഷ്യരെ ഇത്തരണത്തിൽ പറ്റിച്ചുമൊക്കെ കൊലപാതകങ്ങളും കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവുമൊക്കെ തകർക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഞാൻ മന്ത്രിച്ചു കൊടുത്ത യന്ത്രം കൊടുത്തു എന്നും തന്ത്രം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഒരു മനുഷ്യൻ ഇപ്രകാരമുള്ള ചരടുകളോ മന്ത്രങ്ങളോ മന്ത്രിച്ച് കെട്ടുകയാണെങ്കിൽ ഫഖദ് അശ്റക, അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തു. മനുഷ്യനറിയുന്നില്ല, അള്ളാഹു പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമൊക്കെ ജീവിതത്തിൽ നൽകും. വലനബിലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, വിശപ്പ് കൊണ്ട്, ഭയം കൊണ്ട്, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട്, ജീവിതത്തിലെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകൽ കൊണ്ട്, ഇത്തരം അവസരങ്ങളിലൊക്കെയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും റബ്ബിലേക്ക് ക്ഷമ അവലംബിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസവും കാരുണ്യവുമാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉല്ലൻ യുസീബന, ഒരു മുസീബത്തും തന്നെ നമ്മെ ബാധിക്കുന്നില്ല, ഇല്ലാ മാ കതബല്ലാഹു ലന, അള്ളാഹു എഴുതപ്പെട്ടതല്ലാതെ. ഹുവ മൗലാന, അള്ളാഹുവാണ് ഞങ്ങളുടെ യജമാനൻ. ആ റബ്ബിൽ വിശ്വസിക്കുകയും ആ നാഥനിൽ ബരമേൽപ്പിക്കുകയും ഇത്തരം ചൂഷകന്മാരായ മന്ത്രവാദികളെയും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ നിന്ന് മാറി ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കാൻ റബ്ബ് നാം ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.